ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എൻ്റെ അടുക്കളയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ചെറുപയർ തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിക്കുന്നത് കേട്ടോ. ചെറുപയർ വെള്ളത്തിലിട്ടതാണ്. ഒന്നുകിൽ രാവിലെ വെള്ളത്തിലിടുവാണ്, ഉച്ചയാകുമ്പോൾ ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മതി. അതിലെ തലേദിവസം കിടക്കുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ട് വെക്കണം. ഈ വീഡിയോസ് എല്ലാം ബിഗിനേഴ്സിനുള്ളതാണ് കേട്ടോ, അല്ലാതെ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പോൾ കുക്ക് ചെയ്യുന്ന പിള്ളേർക്കൊക്കെ വേണ്ടി, ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവർക്കൊക്കെ അറിയത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് കുക്കറിൽ നമ്മൾ ഇനി നികക്കി ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഈ പാത്രത്തിൻ്റെ ഇവിടം വരെ, ഈ പയർ വെള്ളത്തിലിട്ടതാണെങ്കിൽ ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി, പെട്ടെന്ന് മതി. ഇതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കാൻ മതി. ഇത്രയും വെള്ളം മതി, ഇതിൽ കൂടുതൽ വെള്ളം വേണ്ട കേട്ടോ. ഇനി വെള്ളത്തിലിട്ട പയറല്ല, അപ്പം തന്നെ വേവിക്കുന്നതാണെങ്കിൽ ഇതിലും കൂടുതൽ വെള്ളം ഒഴിക്കണം. ഇതിലും കുറച്ചും കൂടി മേളിലോട്ട് കയറി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ പയർ വേഗത്തില്ല. അത് അങ്ങനെ വെക്കുന്ന പയറിന് ഒരു 3-4 വിസിൽ അടിക്കുകയും ചെയ്യണം. ഇതിന് ഇപ്പം നമ്മൾ ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതി. തലേദിവസം ഞാൻ വെള്ളത്തിലിട്ട പയറാണ്, അല്ലെങ്കിൽ 6 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെക്കണം പയർ. ചെറുപയർ കുക്കറിൽ വേവിച്ച് ഒരു വിസിലടുപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കിനി ഒലുത്താം. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കടുക് വറുത്തതിന് ശേഷം. വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ചുവന്ന ഉള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ വറ്റൽമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ പയർ ഒലത്തിയത് റെഡിയായിട്ടുണ്ട്. നമ്മുടെ മുട്ട പൊരിച്ചത് റെഡിയായിട്ടുണ്ട്. ഇതുണ്ടാക്കുന്നതും എങ്ങനെയാണ് മുട്ട പെട്ടെന്ന് സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ടൊക്കെ മുട്ട എങ്ങനെയാണ് പെട്ടെന്ന് പൊരിച്ചെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. മുട്ട പൊരിക്കാനായിട്ടാണ്, നമ്മളെല്ലാവരും മുട്ട പൊരിക്കുന്നവരാണ്, എല്ലാവർക്കും മുട്ട പൊരിക്കാൻ അറിയാമെങ്കിലും ഞാനിത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വളരെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് കരിയാപ്പിലയും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് 2-3 മുട്ട ഉടച്ചൊഴിച്ചതിന് ശേഷം അത് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കണം കേട്ടോ. കുരുമുളക് പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്യണം, എന്നാലേ ഉള്ളൂ മുട്ട പൊരിച്ച് കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ആ പാനിലേക്ക് മുട്ടയുടെ മിക്സഡ് ഒഴിച്ച് കൊടുക്കുക. തീ കുറച്ച് വെക്കണേ. തീ കൂട്ടി വെച്ചാൽ അടി വല്ലാതെ കരിഞ്ഞു പോകും കേട്ടോ. കരിച്ച് കളയരുത് മുട്ട പൊരിക്കുമ്പോഴേക്കും. 2 സൈഡും മറിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പാകത്തിന് വേവിച്ചെടുക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്.